നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഞായറാഴ്ചയാണ് വിഷു. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഈസ്റ്റർ വിഷു ആഘോഷവും ഭിന്നശേഷി സൗഹൃദ സംഗമവും നടത്തി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷക വൃത്തിയിൽ 55 വർഷം പിന്നിടുന്ന തൊടുപുഴ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MM തോമസിന് ശിഷ്യഗണത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിച്ചു. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശക അനുമതിച്ചതോടെ ഇടുക്കിയിലേക്ക് സന്ദർശക പ്രവാഹം. വെള്ളിയാഴ്ച മുതലാണ് ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് പ്രവേശന അനുമതി നൽകിയത്. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ മിനി ബസ് മറിഞ്ഞ് ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. 16ഓളം പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഞായറാഴ്ചയാണ് വിഷു. വിഷുക്കണിയും സദ്യയും ഒരുക്കാനും ആഘോഷം കേമമാക്കാനും വേണ്ടതെല്ലാം വാങ്ങാൻ ആളുകൾ കടകളിലേക്ക് എത്തിയതോടെ വിപണിയും സജീവമായി. വേനൽ ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും കത്തി നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിഷു ഒരുക്കങ്ങളെ ബാധിക്കുന്നില്ല. ഇത്തവണയും കണിക്കൊന്നകൾ വിഷുവിന് വളരെ നാൾ മുമ്പ് തന്നെ പൂത്തു തുടങ്ങിയിരുന്നു. തലേ ദിവസം വഴിയോരങ്ങൾ കേന്ദ്രീകരിച്ച് കൊന്നപ്പൂക്കളുടെ വിപണനവും സജീവമാണ്. ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഞായറാഴ്ചയാണ് വിഷു. വിഷുക്കണിയും സദ്യയും ഒരുക്കാനും ആഘോഷം കേമമാക്കാനും വേണ്ടതെല്ലാം വാങ്ങാൻ ആളുകൾ കടകളിലേക്ക് എത്തിയതോടെ വിപണിയും സജീവമാണ്. വേനൽ ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും കത്തി നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിഷു ഒരുക്കങ്ങളെ ബാധിക്കുന്നില്ല. ഇത്തവണയും കണിക്കൊന്നകൾ വിഷുവിന് വളരെ നാൾ മുൻപ് തന്നെ പൂത്തു തുടങ്ങിയിരുന്നു. തലേദിവസം വഴിയോരങ്ങൾ കേന്ദ്രീകരിച്ച് കൊന്നപ്പൂക്കളുടെ വിപണിയും സജീവമാണ്. ഒരു പിടി കൊന്നപ്പൂവിന് 30 മുതൽ 35 രൂപ വരെയാണ് കഴിഞ്ഞ വർഷത്തെ വിൽപ്പനക്കാർ വാങ്ങിയിരുന്നത്. പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളും വിൽപ്പനയ്ക്കുണ്ട്. വിഷുക്കണിക്കൊപ്പം ഒഴിച്ചുകൂടാൻ കഴിയാത്തവയാണ് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ. വിഷുക്കാലമാകുമ്പോൾ നമ്മുടെ നാടുകളിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ നിന്നായിരിക്കും കൂടുതലായി ആളുകൾ വിഗ്രഹങ്ങൾ വാങ്ങാറുള്ളത്. ഇങ്ങനെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഓരോ വിഗ്രഹങ്ങൾക്കും മാസങ്ങളുടെ അധ്വാനമുണ്ട്. കണി കാണാൻ ഒരു കണ്ണൻ വേണമെന്നുള്ളത് ഓരോ വിഷുവും ആഘോഷമാകുന്ന മലയാളികൾക്ക് നിർബന്ധമാണ്. കൊന്നപ്പൂവും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും പണ്ടൊക്കെ കിട്ടുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെ ചെന്നാലും കൃഷ്ണ വിഗ്രഹങ്ങൾ കിട്ടുവാൻ പ്രയാസമില്ല. കളിമണ്ണിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും തീർക്കുന്ന വിഗ്രഹം നാട്ടിലെത്തിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളാണ്. സ്വന്തം നാടുകളിൽ നിന്നെത്തി കേരളത്തിൽ വെച്ചാണ് വിഗ്രഹം നിർമ്മിക്കുന്നത്. വിഷുക്കാലത്ത് കേരളത്തിലാണ് കൂടുതൽ വിഗ്രഹം വിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. വലിപ്പം കൂടുമ്പോൾ വില കൂടുന്നു. എന്നാലും മലയാളികൾ എത്ര വില കൊടുത്തും ഇവ മേടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ളവരാണ് കേരളത്തിലേക്ക് വിഗ്രഹവുമായി വരുന്നത്. വിഷു ആഘോഷം കളറാക്കാൻ പടക്ക വിപണിയും റെഡി. ശബ്ദത്തെക്കാൾ വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇനങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാരേറെ. കമ്പിത്തിരി, ചക്രം, മത്താപ്പൂ, റോക്കറ്റ്, സ്കൈ സ്പോട്സ് എന്നിവയെല്ലാം വിഷു ആഘോഷങ്ങൾക്ക് മോടി കൂട്ടാൻ വിപണിയിലുണ്ട്. തലേ ദിവസമാണ് കൂടുതൽ കച്ചവടം. മഴ പെയ്താൽ കച്ചവടം കുറയുമെന്നും വിൽപ്പനക്കാർ പറയുന്നു. വിഷുവിനോടനുബന്ധിച്ച് വിവിധ ഓഫറുകൾ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൃഹോപകരണ വിപണിയിൽ ഒട്ടേറെ ഓഫറുകളുമുണ്ട്. ജില്ലയിൽ പ്രത്യേക വിഷു ചന്തകളും സജീവമാണ്. വിഷുവിന് സദ്യ പ്രധാനമാണ്. അതിനാൽ പച്ചക്കറി വിപണിയിലും തിരക്കേറെയാണ്. വിഷുക്കാലത്ത് കണിവെള്ളരിയാണ് പ്രധാന താരം. പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം പൊൻനിറമുള്ള കണിവെള്ളരികൾ കൂടുതലായി ഇടം പിടിക്കും. ആകുലതകളും വേവലാതികളും മാറി ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ സ്വീപിന്റെ നേതൃത്വത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച് കുമളിയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലിക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകി. എത്തിക്കൽ വോട്ടിംഗ്, ഹരിത ഇലക്ഷൻ എന്നീ ബോധവൽക്കരണത്തോടു കൂടിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടുകൂടി സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കൽ വോട്ടിംഗ്, രഹിത ഇലക്ഷൻ എന്നിവയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സ്വീപ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ
പെഡൽ യുവർ വേ ടു ദ പോൾസ് എന്ന പേരിൽ ബോധവൽക്കരണ സെമിനാർ റാലി സംഘടിപ്പിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം സംഘടിപ്പിച്ച ശേഷമാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ചത്. കുമളി ചെക്ക് പോസ്റ്റിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ സൈക്കിൾ റാലിക്കാണ് വണ്ടിപ്പെരിയർ മഞ്ചുമല വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത്. കോട്ടയം, കുമളി, കട്ടപ്പന മുതലായ സ്ഥലങ്ങളിൽ നിന്നും വന്ന 25ഓളം സൈക്ലിസ്റ്റുകൾ കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാർ വരെ ഒരു സൈക്കിൾ പ്രചരണ റാലി നടത്തുകയുണ്ടായി. ഞങ്ങൾ ഇത് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനും അതിൽ സജീവമായി പങ്കെടുക്കാനും നമ്മുടെ ഒരു പൗരൻ്റെ, ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വവും കടമയും നിറവേറ്റാൻ നമ്മളെല്ലാവരെയും ഒന്ന് ഉത്ബോധിപ്പിക്കാനും കൂടി വേണ്ടിയാണ്. വോട്ട് ചെയ്യൂ, ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. കുമളി ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ വരെയായിരുന്നു ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. കുമളിയിൽ വെച്ച് നടത്തിയ അന്തർ സംസ്ഥാന യോഗത്തിൽ ഇരട്ട വോട്ടിങ്ങിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. കോട്ടയം ഹെഡ് ബൈക്കേഴ്സ് പ്രസിഡന്റ് ജെയിംസിന്റെ നേതൃത്വത്തിൽ നിരവധി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഈസ്റ്റർ വിഷു ആഘോഷവും ഭിന്നശേഷി സൗഹൃദ സംഗമവും ദയ ചെയർമാൻ PM ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടത്തി. റിട്ടയേർഡ് DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ 150-ൽ പരം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു. ഇലക്ട്രിക് വീൽചെയർ, തയ്യൽ മെഷീൻ, ഡയപ്പർ ഡിസ്പോസൽ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷണ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഈസ്റ്റർ വിഷു ആഘോഷവും ഭിന്നശേഷി സൗഹൃദ സംഗമവും ദയ ചെയർമാൻ PM ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് ഈസ്റ്റർ വിഷു ആഘോഷവും ഭിന്നശേഷി സൗഹൃദ സംഗമവും ഉദ്ഘാടനം ചെയ്തു. ഏത് സംസ്ഥാന സർക്കാരായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. അവിടെയാണ് നാട്ടുകാർ നിങ്ങളെ പോലെയുള്ള നാട്ടുകാർ NGOകൾ മുന്നോട്ട് വന്നിട്ട് അവരെ സഹായിച്ചാൽ മാത്രമേ അവർക്ക് സഹായിക്കുള്ളൂ. ഇപ്പൊ ബുദ്ധിമുട്ടുകൾ ഭിന്നശേഷികൾക്ക് വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, അത് അവർക്ക് കാലില്ല, അല്ലെങ്കിൽ കണ്ണില്ല, അത് നിയമമാക്കാൻ തീരുമാനിച്ചു. ആ രീതിയിൽ നമുക്ക് കണ്ടിട്ട് അവർക്ക് കണ്ടിട്ട് അത് അവർക്ക് സന്തോഷിക്കാം. പക്ഷേ നമ്മുടെ വയസ്സായ അമ്മ അച്ഛന്മാരുടെ അവസ്ഥ ഒന്നും നോക്കണം. ഇവിടെ ദയാമെന്റ് സോഷ്യൽ ഇനബ്ലർ, ഓതർ, മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ നിഷ ജോസ് കെ മാണിയും സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ ഹൈക്കോർട്ട് ഓഫ് കേരള അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടും, പാലാ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുരുവിളയും, മെഡിക്കൽ ഓഫീസർ പാലിയേറ്റീവ് മെഡിസിൻ MCH കോട്ടയം ഡോക്ടർ പ്രവീൺലാൽ ആറും മുഖ്യാതിഥികളായി പങ്കെടുത്തു. നമ്മുടെ ഓരോരുത്തരെയും കോർത്ത് ഒരു പൂമാല പോലെ കോർത്ത് ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഓരോ മഹാവ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജയകൃഷ്ണന്റെ ഒരേ ഒരു പരിശ്രമം കൊണ്ട് മാത്രം. അദ്ദേഹം ഓരോരുത്തരെയും പരിചയപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ദയാ കുടുംബക്കാർക്ക് എങ്ങനെ അവർക്ക് സഹായിക്കാൻ പറ്റും, എങ്ങനെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ജയകൃഷ്ണനെ നോട്ടോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിന് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരെയും ഇങ്ങനെ ദൈവം ഇങ്ങനെ വിടും ഓരോ സ്ഥലത്ത് സഹായിക്കാനായിട്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത് സൂര്യകാന്തി, അതായത് നമ്മുടെ സൺഫ്ലവർ പോലെ ഓരോരുത്തരും ഓരോ സൺഫ്ലവറാണ്. സൺഫ്ലവറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? സൂര്യകാന്തിപ്പൂവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? കുറുമണ്ട സെന്റ് ജോൺസ് ചർച്ച് വികാരിയും ദയാരക്ഷാധികാരിയുമായ റവറന്റ് ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കടനാട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് മാത്യു പുളിക്കൽ, ദയാ ട്രഷററും പ്രൊഫസർ ആൻഡ് ഡയറക്ടർ IUCDS MG യൂണിവേഴ്സിറ്റി
എക്സ്പെർട്ട് മെമ്പർ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഓൺ ഡിസബിലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരളയുമായ ഡോക്ടർ PT ബാബുരാജ്, ദയ ജോയിന്റ് സെക്രട്ടറിയും റിട്ടയർഡ് RTO കൂടിയായ PD സുനിൽ ബാബു, ദയ സെക്രട്ടറി തോമസ് T. എഫ്രേം, ദയ വൈസ് ചെയർമാനും പാരാലീഗൽ വോളണ്ടിയറുമായ സോജ ബേബി, കാരുണ്യഭവൻ ചെയർമാൻ മോഹനൻ നായർ, കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് ജോസഫ്, നിയോമി വുമൻസ് ഫൗണ്ടേഷൻ ഡയറക്ടർ സിസ്റ്റർ വിനീത, സിസ്റ്റർ സ്മിത, എബി, സേവാഭാരതി ഏറ്റുമാനൂർ പാലിയേറ്റീവ് യൂണിറ്റ് സെക്രട്ടറി S. സഹസ്രനാമ അയ്യർ, ദയ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു P. നാരായണൻ, ദയ ജനറൽ കൗൺസിൽ മെമ്പേഴ്സായ ലിൻസ് ജോസഫ്, ജോസഫ് പീറ്റർ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ 150-ൽ പരം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു. ഇലക്ട്രിക് വീൽചെയർ, തയ്യൽ മെഷീൻ, ഡയപ്പർ ഡിസ്പോസൽ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷണ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഭിഭാഷക വൃത്തിയിൽ 55 വർഷം പിന്നിടുന്ന തൊടുപുഴ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MM തോമസിന് ശിഷ്യഗണത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിച്ചു. ജോഷ് പൗനിയിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ജസ്റ്റിസ് സോഫി തോമസ് അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. രാംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോസ് മാത്യു ആമുഖ പ്രസംഗം നടത്തി. ശിഷ്യഗണത്തിലെ ആദ്യ അംഗം അഡ്വക്കേറ്റ് CM ടോമി ചെറുവള്ളി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അഭിഭാഷക വൃത്തിയിൽ 55 വർഷം പിന്നിടുന്ന തൊടുപുഴ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MM തോമസിന് ശിഷ്യഗണത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിച്ചു. ജോഷ് പവലിയനിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അഭിഭാഷകനെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ മേഖലയിൽ മികവ് കാട്ടി അംഗീകാരം നേടുന്നതിന് വേണ്ടി വരുന്ന നിരന്തരമായ പ്രയത്നം, അതിന് ചെലവഴിക്കേണ്ടി വരുന്ന സമയം, അതിൻ്റെ ഒപ്പം തന്നെ സത്യസന്ധതയോടുകൂടി അർപ്പണബോധത്തോടുകൂടി നിരന്തരമായ പഠനവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുന്നതിലൂടെ ആർജിക്കുന്ന നൈപുണ്യം ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷക വൃത്തിയിൽ അംഗീകാരം നേടിയെടുക്കുന്നതിനും തൻ്റെ സഹപ്രവർത്തകരുടെ സ്നേഹാദരങ്ങൾ ആർജിക്കുന്നതിനും തീർച്ചയായും സഹായിക്കും. ഹൈക്കോടതി ജസ്റ്റിസ് സോഫി തോമസ് അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. രാംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോസ് മാത്യു ആമുഖ പ്രസംഗം നടത്തി. ശിഷ്യഗണത്തിലെ ആദ്യ അംഗം അഡ്വക്കേറ്റ് CM ടോമി ചെറുവള്ളി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് മേരി ജോസഫ്, ജസ്റ്റിസ് എബ്രഹാം മാത്യു, ഇടുക്കി പ്രിൻസിപ്പൽ കോടതി ജില്ലാ ജഡ്ജി PS ശശികുമാർ, PJ ജോസഫ് MLA, അഭിഭാഷകരായ ഷാജി കുര്യൻ, KT തോമസ്, CK വിദ്യാസാഗർ, ജോസഫ് ജോൺ, SS സനീഷ്, പ്രൊഫസർ കൊച്ചുത്രേസ്യ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് MM തോമസ് മറുപടി പ്രസംഗം നടത്തി. അഡ്വക്കേറ്റ് PS ബിജു സ്വാഗതവും അഡ്വക്കേറ്റ് സിബി ജോസഫ് നന്ദിയും പറഞ്ഞു. Advocate Sonic K. Kundan, Advocate C.B. Joseph, Advocate Kurian, Advocate Jose Kurian, Advocate Suresh V.K., Advocate K.J. Thomas, Sri Lakshmi J. Pillai, Advocate Jonah J. Moore, ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശന അനുമതി അനുവദിച്ചതോടെ ഇടുക്കിയിലേക്ക് സന്ദർശക പ്രവാഹം. വെള്ളിയാഴ്ച മുതലാണ് ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് പ്രവേശന അനുമതി നൽകിയത്. ഇടുക്കി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും നൂറുകണക്കിന് സന്ദർശന വാഹനങ്ങളാണ് ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ചെറുതോണി അണക്കെട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തു നിന്നുമാണ് സഞ്ചാരികൾക്ക് ഡാമിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ബഗ്ഗി കാറുകളിൽ മാത്രമേ സന്ദർശകർക്ക് ഡാമിൽ സന്ദർശനം നടത്താൻ അനുമതിയുള്ളൂ. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ് ബഗ്ഗി കാറുകളുടെ ചാർജ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിലൂടെ മാത്രമേ ഡാമിൽ പ്രവേശന അനുമതി ലഭിക്കുകയുള്ളൂ. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ എത്തുന്ന സഞ്ചാരികൾക്ക് ഡാമിന്റെ പ്രവേശന കവാടത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ്. മന്ദീഭവിച്ചു കിടന്ന ജില്ലാ ആസ്ഥാന മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഡാം തുറന്നതോടെ പുത്തൻ ഉണർവ് കൈവന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നിരവധി സന്ദർശകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പം സന്ദർശനത്തിൻ്റെ ഭാഗമായി ചെറുതോണി അണക്കെട്ടിൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തോടുകൂടിയാണ് പ്രവേശനം നടത്തുന്നത്. ഇപ്പോൾ തന്നെ രാവിലെ ഇന്ന് 11 മണിയായപ്പോൾ 100 കണക്കിന് വാഹനങ്ങളാണ് ഡാമിന് സമീപം എത്തിയിരിക്കുന്നത്.
ദൂരദേശത്തു നിന്നുള്ളവരെല്ലാം രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബഗ്ഗി കാറുകളിൽ മാത്രമേ സന്ദർശനം അനുവദിക്കുന്നുള്ളൂ. മുതിർന്ന ഒരാളിന് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയാണ് ഫീസ്. പ്രവേശനം ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ചെറുതോണി ടൗണിൽ ഉത്സവ പ്രതീതിയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ സന്ദർശകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ മിനി ബസ് മറിഞ്ഞ് ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. 16ഓളം പേർക്ക് പരിക്കേറ്റു. രാവിലെ 9-നായിരുന്നു അപകടം. രാജേശ്രീ 38 വയസ്സ്, സന 7 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ വട്ടക്കണ്ണിപ്പാറയ്ക്കും സ്ലീവാമല പള്ളിക്കും മധ്യയാണ് SM ടൂർ ആൻഡ് ട്രാവൽസ് മറിഞ്ഞത്. കൊടുംവളവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് കുറ്റിയിലിടിച്ച് മറിയുകയായിരുന്നു. ഒന്ന് മറിഞ്ഞു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. പരിക്കേറ്റവരെ രാജാക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലും അടിമാലി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ വിവിധയിടങ്ങളിലും പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടനെ ഞങ്ങൾ വണ്ടിയുടെ പുറകിലത്തെ ചില്ല് തല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം പുറത്തെടുത്തിട്ട് അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഓട്ടോയും ജീപ്പും എല്ലാം വരാൻ പറഞ്ഞു. ആരെങ്കിലും വിളിച്ച് 2 ആംബുലൻസ് വരാൻ പറഞ്ഞു. വന്ന് എല്ലാവരെയും ആശുപത്രിയിലേക്ക് ആക്കി. പോലീസിൽ വിളിച്ചു. പോലീസുകാർ ഫയർഫോഴ്സിനെയും വിളിച്ചു. തമിഴ്നാട്ടിലെ വാഹനങ്ങളുടെ അവിടുത്തെ ട്രെയിൻ റോഡിൽ ഓടുന്നതിനാവശ്യമായ രീതിയിലുള്ള നിർമ്മാണമാണ്. ഇപ്പോൾ ഹൈറേഞ്ചുമൊക്കെയായി ബന്ധപ്പെട്ട് ഓടുന്നതിനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും മറ്റ് സിസ്റ്റങ്ങളൊക്കെ വ്യത്യാസമാണ്. മറ്റൊന്ന് അവരുടെ ഇതുപോലുള്ള റോഡുകളിൽ ഓടിച്ചുള്ള വൈദഗ്ധ്യക്കുറവ്. ഇത് രണ്ടും വലിയ തോതിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ വളരെ അടുത്ത നാളിൽ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വളവ് ഇതുപോലെ തന്നെ അപകടങ്ങളുണ്ടായി. പിന്നെ രാജാക്കാടെന്ന കൊഞ്ചിത്തന്നേക്ക് പോകുന്ന ഭാഗത്തുനിന്നൊക്കെ നല്ല വളവുകളുള്ള സ്ഥലത്ത് അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഗൗരവത്തോടു കൂടി ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് വിഷുവിനെ വരവേൽക്കാൻ കണിവെള്ളരിക്ക് ഒരുക്കി ശ്രദ്ധേയനാകുകയാണ് ഒരു കർഷകൻ. ഇടുക്കി എറണാകുളം ജില്ലാ അതിർത്തിയിൽ കോതമംഗലം താലൂക്കിലെ കടവൂർ സ്വദേശി ജേക്കബാണ് ഈ കർഷകൻ. പരമ്പരാഗത കർഷകനായ ഇദ്ദേഹത്തിന്റെ വിഷു വിപണി ലക്ഷ്യമിട്ടിട്ടുള്ള കണിവെള്ളരി കൃഷി 30 വർഷം പിന്നിട്ട് കഴിഞ്ഞു. BBC കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയായ കടവൂർ തെക്കേ പുന്നമറ്റത്ത് താമസിക്കുന്ന പുള്ളോലിക്കൽ PJ ജേക്കബിന്റെ കണിവെള്ളരിയാണ് വിഷുക്കാലത്ത് എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിവിധ മാർക്കറ്റുകളിലെത്തുന്നത്. വിഷു വിപണി മുന്നിൽ കണ്ട ഇത്തവണ 3 ഏക്കറോളം സ്ഥലത്താണ് ജേക്കബ് കണിവെള്ളരി കൃഷി ചെയ്തത്. 10 ടൺ വെള്ളരി പ്രതീക്ഷിച്ച് ചെയ്ത കൃഷി ഇത്തവണയും 100 മേനിയാണ് വിളഞ്ഞത്. വിഷുവിപണിക്ക് അനുയോജ്യമായ വലിപ്പത്തിലും നിറത്തിലും ആയിരക്കണക്കിന് ലക്ഷണമൊത്ത കണിവെള്ളരികളാണ് വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷിയിടത്തിൽ പാകമായി കിടക്കുന്നത്. സ്വന്തമായുള്ള 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കൂടാതെ സ്ഥലം പാട്ടത്തിനെടുത്തും ഇദ്ദേഹം കൃഷി വിപുലമാക്കിയിരിക്കുകയാണ്. സമ്മിശ്ര കർഷകനായ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ എല്ലാവിധ കൃഷികളുമുണ്ട്. പച്ചക്കറി കൃഷി എന്ന് വെച്ചാൽ പൊതുവെ ലാഭമുള്ള കൃഷിയാണ്. സ്വന്തമായിട്ട് സമയത്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി പരിചരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാഭമുള്ള കൃഷിയാണ്. എനിക്കിപ്പോൾ ഇതുകൂട്ട് പാവലുണ്ട്, പടവലുണ്ട്, വെള്ളിരിയുണ്ട്, കുമ്പളം, മത്ത, ഏത്തവാഴ, എല്ലാ കൂട്ടം കൃഷികളും ഉണ്ട്. കഴിഞ്ഞ കൊല്ലം എനിക്ക് കുറേ തക്കാളിയും കാബേജും കോളിഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലുണ്ടായിരുന്നു, നല്ല വിളവായിരുന്നു. ഒരു 60 ദിവസം വേണം ഇതുപോലെ നല്ല കളറായി കിട്ടാൻ. കൂടുതൽ ലാഭവും അധ്വാനം കുറവുമുള്ളതാണ് വെള്ളരി കൃഷിയെന്നും കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും കൃഷി ഉപേക്ഷിക്കാത്തതെന്നും കൃഷി ഉടമ ജേക്കബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ബിസിനസ് ന്യൂസ്.
ജീവിതശൈലി രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നതിനു വേണ്ടി ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുമായി ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ പാലാനിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു പത്മകുമാർ നിർവഹിച്ചു. ഇന്ന് ജനങ്ങൾക്കിടയിൽ കാണുന്ന എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും ശരീരത്തിലെ രക്തചംക്രമണവും ഓക്സിജൻ വ്യതിയാനവുമായും ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിന് കാരണം ഇന്നത്തെ കാലത്തെ ജീവിതശൈലിയും ഭക്ഷണക്രമവുമാണ്. ഇതുകൊണ്ട് തന്നെ വ്യായാമമോ പ്രവർത്തനക്ഷമതയോ ഇല്ലാതാകുന്നു. ഇതിന് ശാശ്വത പരിഹാരവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള പ്രകൃതി ചികിത്സാ രീതിയായ ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതിപത്രം ലഭിച്ചിട്ടുള്ള ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുമായി ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ബ്രാഞ്ച് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ പാലാനിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു പത്മകുമാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും കാന്തികത്തിൻ്റെ ഒരു ശക്തി വളരെ വലുതായിട്ട് കാണിച്ച് നമുക്ക് രോഗങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലേക്കും നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനേക്കുള്ള ഓരോ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും പ്രോഡക്റ്റിൽ ഇവരൊക്കെ പറഞ്ഞു ആദ്യമേ തുടങ്ങിയപ്പോൾ 4 ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ അത് 10-75ഓളമായി. തീർച്ചയായിട്ടും അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും അങ്ങനെ ആയിരിക്കുന്നത് തന്നെ അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ നന്മയും കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ആരോഗ്യം, നമുക്ക് ആരോഗ്യം എന്ന് മാത്രമല്ല നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ഇഷ്ടത്തിനും സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളൊരു സാമ്പത്തിക സുരക്ഷിതത്വവും കൂടെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഇതിലേക്ക് വന്ന എല്ലാവർക്കും തന്നെ ഇവരെ പോലെയൊക്കെ തന്നെ നമുക്കും ആകാൻ കഴിയട്ടെ എന്നും നിങ്ങൾക്കെല്ലാവരും നമ്മുടെ സാമ്പത്തിക ഭദ്രത നേടിക്കൊണ്ട് സമൂഹത്തിന് ഉന്നത നിലയിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ബയോട്ടോറിയം സൗത്ത് ഇന്ത്യൻ ചെയർമാൻ സേവ്യർ വെള്ളത്ര, ട്രെയിനർ മുഹമ്മദ് റാഫി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. കേരളത്തിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിലൂടെ ഇന്ന് ഇതേപോലത്തെ പിക്കപ്പ് സെൻറ്റർ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും ആയിരക്കണക്കിന് പിക്കപ്പ് സെൻറ്ററുകളാണ് ഇതേപോലെ പ്രവർത്തിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് വേഗത്തിൽ കൊടുക്കുവാൻ കമ്പനി ഡയറക്റ്റ് നടത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പിക്കപ്പ് സെൻറ്റർ എടുത്ത ബാബു സാർ, ഇതേപോലെ ആയിരക്കണക്കിന് പിക്കപ്പ് സെൻറ്റർ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ പ്രോഡക്റ്റ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട ഒരു മാഗ്നറ്റിക് എനർജി ഇത് നമുക്ക് കമ്പനി ഇതേപോലെ ഒരു പ്രോഡക്റ്റായി നിയോഡൈമിയം എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ആ മാഗ്നറ്റ് ഇതിൽ ഘടിപ്പിച്ചുകൊണ്ട് ശരീരത്തെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് തെറാപ്പിയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം. തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻ ടീമിനും ഞങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാ പിന്തുണയും ഈ ബാബു സാറിൻ്റെ പിക്കപ്പ് സെൻ്റർ ഉണ്ടാവും. ഈ സ്ഥാപനം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. MS സജീവ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഫ്രാഞ്ചൈസി ഓണർ ബാബു AK, ജോർജ് ജോസഫ്, വിജയൻ KR, അംബിക ബാബു, തോമസ് CV എന്നിവർ സന്നിഹിതരായിരുന്നു. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കാഴ്ച നഷ്ടം, ഉറക്കക്കുറവ്, കൂർക്കം വലി, സന്ധിവേദന, പല്ലിന്റെ രക്തസ്രാവം, പേശിവേദന, ആർത്രൈറ്റിസ് രോഗം, ദഹനക്കേട്, ശ്വാസകോശ കരൾ പരാജയം, വൃക്ക പരാജയം, രക്തം കട്ടപിടിക്കുക, ആർത്തവക്രമക്കേട്, ത്വക്കുരോഗം, പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന വന്ധ്യത, ഹോർമോൺ അസന്തുലിതാവസ്ഥ, പൈൽസ്, പക്ഷാഘാതം, ലൈംഗിക വൈകല്യം, മൂത്രാശയ രോഗം, ബലഹീനത, കുറഞ്ഞ ഊർജം, കാൽവേദന, ഓർമ്മക്കുറവ്, സോറിയാസിസ്, ENT പ്രശ്നം, വെട്ടിഗോയും തലവേദനയും, തൈറോയിഡ്, ശരീരവീക്കം, ഒന്നിലധികം തടസ്സങ്ങൾ, കൊളസ്ട്രോൾ, കൊഴുപ്പ്, പൊണ്ണത്തടി, ഹൃദയാഘാതം, പ്രമേഹം, പാർക്കിൻസൺ, ഉയർന്ന BP, കുറഞ്ഞ BP, കുറഞ്ഞ പ്രതിരോധം, ക്യാൻസർ, വേരിക്കോസ് വെയിൻ, കറുത്ത തൊലിയും പാടുകളും, അപസ്മാരം,
മുടികൊഴിച്ചിൽ തുടങ്ങിയവ ഇല്ലാതാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9460777744 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്ലാവിൽ കുടുങ്ങിയ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ തുമ്പച്ചി തൈപ്ലാക്കൽ വീട്ടിൽ രാജീവിനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. ഏകദേശം 30 അടി ഉയരമുള്ള പ്ലാവിൽ ചക്കയിടാൻ കയറുകയും താഴെയിറങ്ങാൻ പറ്റാതെ അതിൽ കുടുങ്ങുകയും ചെയ്തു. സേനാംഗങ്ങൾ വലിയ ലാഡർ മരത്തിൽ ചാരുകയും ജോജോ PR ലാഡറിലൂടെ മുകളിൽ കയറുകയും റോപ്പ് ഉപയോഗിച്ച് വളരെ ശ്രമകരമായി ആളെ താഴെയിറക്കുകയും പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിൽ മൂലമറ്റം ബിഷപ്പ് വയൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കുളമാവ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പ്ലാവിൽ കുടുങ്ങിയ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ തുമ്പച്ചി തൈപ്ലാക്കൽ വീട്ടിൽ രാജീവിനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. ഏകദേശം 30 അടി ഉയരമുള്ള പ്ലാവിൽ ചക്കയിടാൻ കയറുകയും താഴെയിറങ്ങാൻ പറ്റാതെ അതിൽ കുടുങ്ങുകയുമായിരുന്നു. മൂലമറ്റം നിലയത്തിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ അസീസ് TKയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു സുരേഷ് ജോർജ്, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TK ജയറാം, ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MH നാസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സിജു MB, ജോജോ PR, അരവിന്ദ് SR, സൂരജ് ചന്ദ്രൻ, ഹോംഗാർഡ്മാരായ PK വിജയൻ, സണ്ണി ജോസഫ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. റോഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ താഴേക്ക് സേന നടന്ന് സംഭവസ്ഥലത്ത് എത്തുമ്പോൾ ഏകദേശം 40 അടി ഉയരമുള്ള പ്ലാവിന്റെ 30 അടിയോളം ഉയരത്തിൽ രാജീവൻ ചക്കയിട്ട ശേഷം ഇറങ്ങാൻ പറ്റാതെ അവശനായി കാണപ്പെട്ടു. ഉടൻ തന്നെ സേനാംഗങ്ങൾ വലിയ ലാഡർ മരത്തിൽ ചാരുകയും ജോജോ PR ലാഡറിലൂടെ മുകളിൽ കയറുകയും റോപ്പ് ഉപയോഗിച്ച് വളരെ ശ്രമകരമായി ആളെ താഴെയിറക്കുകയും ചെയ്തു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിൽ മൂലമറ്റം ബിഷപ്പ് വയലിൽ ആശുപത്രിയിൽ എത്തിച്ചു. കുളമാവ് പോലീസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. അടിവാട് തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സായാഹ്നം നടത്തി. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള നിരവധി ആളുകൾ സൗഹൃദ സായാഹ്നത്തിൽ പങ്കെടുത്തു. കോട്ടപ്പടി മാർ സഹദ പള്ളി വികാരി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഈദ് സൗഹൃദ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് മൈദീൻകുട്ടി പഴമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. അടിവാട് തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സായാഹ്നം നടത്തി. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള നിരവധി ആളുകൾ സൗഹൃദ സായാഹ്നത്തിൽ പങ്കെടുത്തു. കോട്ടപ്പടി മാർ സഹദ പള്ളി വികാരി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഈദ് സൗഹൃദ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം പൂർത്തീകരിച്ചില്ല, 29 ദിവസം നോമ്പെടുത്ത് വ്രത അനുഷ്ഠാനത്തിന്റെ പര്യവസാനത്തിലിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ മൂസാ നബി എന്ന് പറയുന്നതായ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന, അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന വിശ്വസിക്കുക. ക്രൈസ്തവ ലോകത്ത് മോശ എന്ന് പറയും. തീർച്ചയായിട്ടും മോശയുടെ ജീവിതവും നബിയുടെ ജീവിതവും ഒന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരേ രീതിയിലുള്ളതായ ജീവിത ശൈലി അനുഷ്ഠാനങ്ങളാണ് അവർ നടത്തിയത്. തണൽ പ്രസിഡന്റ് മൈദീൻകുട്ടി പഴമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗം അബൂബക്കർ മാങ്കുളം, മുൻ പഞ്ചായത്ത് അംഗം ഷാ പഴമ്പള്ളി, കോതമംഗലം AEO മനോജ് ശാന്തിക്ക്, PN ബാലകൃഷ്ണൻ, സിസ്റ്റർ ഷേബ, ഡോക്ടർ മഞ്ജു, EH ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അങ്ങനെ കറുത്തവൻ വെളുത്തവൻ പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. വെളുത്തവന് കറുത്തവനേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു പ്രാധാന്യമില്ല. അപ്പൊ ലോകത്ത് മനുഷ്യരുടെ നിറം ഏതാകട്ടെ, ജാതി ഏതാകട്ടെ, മനുഷ്യൻ ഏതാകട്ടെ, ഈശ്വര വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു മാന്യതയെ അത് ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാവരും ഈ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ഏകോദര സഹോദരന്മാരാണ്. ഇവിടെ ഖുർആനിൽ നിന്നും പാരായണം ചെയ്ത് അതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കേവല മാനവികത, അവരുടെ മനസ്സിൽ ഈ കേവല മാനവികത എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുമ്പോൾ തന്നെ ഈശ്വരൻ അവന്റെ ആത്മാവിലേക്ക്, അന്തരാത്മാവിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. EH കരീം സ്വാഗതവും MA പരീദ് നന്ദിയും പറഞ്ഞു. പെരുമ്പാവൂർ മക്ക മസ്ജിദ് ഇമാം യൂസഫ് ഉമരി ഈദ് സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ചരിത്രപ്രസിദ്ധമായ പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. 2024 ഏപ്രിൽ 3 മുതൽ 12 വരെയാണ് ക്ഷേത്രമുത്സവം നടന്നത്. പീരുമേട് താലൂക്കിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ഉത്സവ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു.
തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ വേനൽക്കാലാവസ്ഥയായ അമ്മച്ചിക്കൊട്ടാരത്തോടനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പീരുമേട്ടിൽ നിർമ്മിച്ചത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായുള്ള വെണ്ണ കൃഷ്ണ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ഉത്സവത്തിന് ഏപ്രിൽ 3-ാം തീയതിയാണ് കൊടികയറിയത്. തുടർന്ന് 10 ദിവസങ്ങൾ നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. സമാപന ദിവസമായ ഇന്നലെ രാവിലെ ഭാഗവത പാരായണം, അതിനുശേഷം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ, വൈകുന്നേരം 4 മണിക്ക് ആറാട്ട് പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം രാത്രി 8 മണിയോടുകൂടി താലപ്പൊലി ഗജവീരന്റെ അകമ്പടി എന്നിവയോടുകൂടിയ പറയെടുപ്പും നടന്നു. രാത്രി 12 മണിയോട് കൂടിയാണ് പറയെടുപ്പ് യാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് കൊഴുവൻകുളം സുനിൽമാരാരും സംഘവും നടത്തിയ പഞ്ചവാദ്യവും ഇളമ്പള്ളി വൈജുവും സംഘവും നടത്തിയ പാണ്ടിമേളവും നടന്നു. തുടർന്ന് രാത്രി 12 മണിയോടുകൂടി പൂഞ്ഞാർ ദേവകല അവതരിപ്പിച്ച സത്യവാൻ സാവിത്രി എന്ന നൃത്തനാടകവും ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. പീരുമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ചരിത്രപ്രസിദ്ധമായ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം പ്രധാന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഏപ്രിൽ 12, 13, 14 തീയതികളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. തമിഴ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും മറ്റനേകം ജനവിഭാഗങ്ങളുടെയും അനുഗ്രഹദായിനിയായി പശുമല എസ്റ്റേറ്റിൽ കുടികൊള്ളുന്ന അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം പ്രധാന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഏപ്രിൽ 5-ന് വെള്ളിയാഴ്ച കൊടി കയറിയതോടുകൂടിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്നുള്ള ഏപ്രിൽ 12, 13, 14 ദിവസങ്ങളിൽ ക്ഷേത്രം പ്രധാന ഉത്സവാഘോഷങ്ങൾ നടക്കും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം പ്രധാന പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം പകൽ 3 മണിയോടുകൂടി ഭക്തജനങ്ങൾ പശുമല ആറ്റോരം ഭഗവതി ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ നിന്നും വ്രതമെടുത്ത ഭക്തജനങ്ങൾ ശക്തികരകം, അമ്മൻകുടം, താലപ്പൊലി, മാവിളക്ക്, തീച്ചട്ടി എന്നിവ നെയ്യാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി പശുമല എസ്റ്റേറ്റ് വനപ്പേച്ചിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും തിരികെ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടുകൂടി പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം ഉത്സവത്തിനായി എത്തിയ ഭക്തജനങ്ങൾക്ക് മഹാ അന്നദാനം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ദേവീപ്രസാദമായ അന്നദാന വിതരണത്തിൽ പങ്കാളികളായി. തുടർന്ന് വയലിൻ കച്ചേരിയും അതിനുശേഷം പ്രദേശത്തെ തന്നെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള വിവിധ കലാപരിപാടികളും നടന്നു. அவதான் என்ன செஞ்சா
ഏപ്രിൽ 14 ഞായറാഴ്ച വെളുപ്പിന് പള്ളി ഉണർത്തൽ, അതിനുശേഷം ക്ഷേത്രം പ്രത്യേക പൂജകൾ, വഴിപാടുകൾ എന്നിവയ്ക്ക് ശേഷം 9 മണിയോടുകൂടി മഹാപൊങ്കാല, തുടർന്ന് പശുമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി, പാൽക്കുടം, ശൂലംകുത്തൽ, അമ്മൻകുടം എന്നിവ വാദ്യമേളം കൊണ്ട് അകമ്പടിയോടുകൂടി മാരിയമ്മൻ ക്ഷേത്രത്തിൽ തിരികെ എത്തും. തുടർന്ന് ഭക്തജനങ്ങൾക്കായി മഹാ അന്നദാനവും നടക്കും. ഇതിനുശേഷമാണ് അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം മഹോത്സവത്തിന് കൊടിയിറങ്ങുന്നത്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഞായറാഴ്ചയാണ് വിഷു. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഈസ്റ്റർ വിഷു ആഘോഷവും ഭിന്നശേഷി സൗഹൃദ സംഗമവും നടത്തി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷക വൃത്തിയിൽ 55 വർഷം പിന്നിടുന്ന തൊടുപുഴ ബാറിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MM തോമസിന് ശിഷ്യഗണത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിച്ചു. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശക അനുമതി അനുവദിച്ചതോടെ ഇടുക്കിയിലേക്ക് സന്ദർശക പ്രവാഹം. വെള്ളിയാഴ്ച മുതലാണ് ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് പ്രവേശന അനുമതി നൽകിയത്. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ മിനി ബസ് മറിഞ്ഞ് ഒരു കുട്ടിയടക്കം 2 പേർ മരിച്ചു. 16ഓളം പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.